തിരുവനന്തപുരം പാപ്പനംകോട് വൻ തീപിടുത്തത്തിൽ 2 മരണം. ഇൻഷുറൻസ് കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, ഇൻഷുറൻസ് കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. 2 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇപ്പോഴും തീ കെടുത്താനുള്ള ഉദ്യമം തുടരുകയാണോ? മറ്റു വിവരങ്ങളും? ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം പാപ്പനംകോട് ജംഗ്ഷനിലുള്ള ന്യൂ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ തീപിടുത്തം ഉണ്ടായത്. അതിൽ പ്രധാനമായും 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. അത് ഒരു ജീവനക്കാരിയുടെയും മറ്റൊന്ന് ഇൻഷുറൻസ് അടയ്ക്കാനെത്തിയ ഒരാളുടെയും ജീവനാണ് നഷ്ടപ്പെട്ടതെന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റ് വരാൻ വൈകി എന്നൊരു ആരോപണം നാട്ടുകാർ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അവിടെ മരണപ്പെട്ടു എന്ന് കരുതുന്ന സ്ത്രീകളുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. മറ്റു 2 പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുകയാണ്. നിലവിൽ തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ പ്രധാന നഗരവീഥികളിൽ തന്നെ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. അത് ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് എന്ന വിവരം ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് പ്രാഥമികമായി അങ്ങനെ വിലയിരുത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കെ.പി. അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നഗരമധ്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒപ്പം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ടല്ലേ? നിലവിൽ പറയുന്ന ഫയർഫോഴ്സിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടായിരിക്കണം ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. കാരണം അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ തന്നെ 2 നില കെട്ടിടമാണ്. അതിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ ഇൻഷുറൻസ് കമ്പനി പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ഒരു ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഈ കടക്ക് മാത്രമാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. മറ്റു പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രദേശവാസികൾ പറയുന്നത് പെട്ടെന്ന് തീ ആളിക്കത്തുന്ന തരത്തിൽ കാണപ്പെടുകയാണ് ഉണ്ടായത്. തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് എത്താനും വൈകി. പക്ഷേ തീപിടിച്ചപ്പെട്ട സ്ഥലം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പൂർണ്ണമായും ഫയലുകൾ അടക്കം അവിടുത്തെ ഓഫീസ് ഉപകരണങ്ങൾ അടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട തരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കെ.പി. അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ സ്ഫോടനമുണ്ടാകുന്നു, വലിയ തീപിടുത്തമുണ്ടായത് അത് ക്ഷണനേരം കൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് 2 ജീവൻ പൊലിയുന്നൊരവസ്ഥയിലേക്ക് എത്തിയതൊപ്പം കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കെ.പി. നിലവിൽ 2 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് ഫയർഫോഴ്സ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരാളും അവിടെ എത്തിയ സ്ത്രീ തന്നെയാണ് മരണപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ മരണവിവരം കൃത്യമായി ഫയർഫോഴ്സും പറയുന്നില്ല. എന്തായാലും കൂടുതൽ പേർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. കാരണം അവിടെ മറ്റു ആൾക്കാരും ഫയർഫോഴ്സ് അതായത് ഇൻഷുറൻസ് അടയ്ക്കുന്നതിലേക്ക് വേണ്ടി അവിടെ ആൾക്കാർ എത്തിയിരുന്നു. അവർക്കും കൂടുതലായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പൊള്ളലേറ്റവരെയൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അപ്പം നേരത്തെ അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്താൻ വൈകിയതുമായി ബന്ധപ്പെട്ട്, കാരണം ഇത് ഈ നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും തിരക്കേറിയ ഒരു സ്ഥലത്ത് ഗതാഗത സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഈ കെട്ടിടമുള്ളത്. അവിടെ എത്തിച്ചേരാൻ എന്തുകൊണ്ട് ഫയർഫോഴ്സ് വൈകി എന്നത് സംബന്ധിച്ച് നാട്ടുകാർ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ? കാരണം ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത്രയും പെട്ടെന്ന് ആദ്യം തന്നെ ഫയർഫോഴ്സ് സംവിധാനത്തെയാണ് അറിയിക്കുക. അത് വൈകാൻ കാരണമായത് ഇത്തരത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കാനും അല്ലെങ്കിൽ മരണത്തിലേക്ക് സംഭവിക്കാനും ഇടവരുത്തി എന്നുള്ള ആക്ഷേപം തന്നെയാണോ ശക്തമാകുന്നത്? നിലവിൽ നാട്ടുകാർ പറയുന്നത് തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു എന്നതാണ്. പക്ഷെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടായി എന്നതാണ് അവിടെ കണ്ടുനിന്ന ആൾക്കാരെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് നടത്തുന്നത്. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ച ഉടനെ തന്നെ പുറപ്പെട്ടു, അവർ എത്തി എന്നതൊക്കെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പറയുന്നത്. എന്തായാലും തീപിടുത്തം വലിയ രൂക്ഷമായി തന്നെ ഉണ്ടായി. വൻ തീപിടുത്തം തന്നെ ഉണ്ടായി. 2 പേരുടെ മരണം സംഭവിച്ചു. അതും തിരുവനന്തപുരത്ത് പാപ്പനംകോട് പോലെ ഒരു സിറ്റി സെന്ററിൽ തന്നെ, ഒരു നഗര ഹൃദയത്തിൽ തന്നെ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കാരണം കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പലപ്പോഴും തീപിടുത്തത്തിന് ഇരയായി മാറുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടുകൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. പഴയ വയറിംഗ് അടക്കമുള്ളവ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 2 പേരുടെ മരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരാൾ ജീവനക്കാരിയും മറ്റൊരാൾ അത് ഇൻഷുറൻസ് അടയ്ക്കാനെത്തിയ ആളും
എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണവിവരങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും കൂടുതൽ വ്യക്തത ഉണ്ടാകും. കെ.പി. അഖിൽ, ഇവിടെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കിഴക്കേക്കോട്ടയിലടക്കം ഈ നഗര മധ്യത്തിലടക്കം തീപിടുത്തമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ കൃത്യമായ രീതിയിലുള്ള പരിശോധന പിന്നീടുണ്ടാകുന്നു. അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വയറിങ്ങിലെ ഈ കാലപ്പഴക്കമടക്കം ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ കാരണമാകുന്നു എന്നുള്ള വിമർശനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നഗരസഭയുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അത്രത്തോളം കാര്യക്ഷമമായ ഒരു ഇടപെടൽ പിന്നീടുണ്ടാകുന്നില്ല, തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്, അല്ലേ? ഇപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പും പല കെട്ടിടങ്ങൾ ചാല മാർക്കറ്റിനകത്ത് കിഴക്കേക്കോട്ടയിൽ പ്രധാനപ്പെട്ട സിറ്റിയുടെ സെൻട്രൽ കേന്ദ്രങ്ങളിലൊക്കെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ആ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് പറയുന്നത് അത് ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടാകുന്ന തീപിടുത്തമാണ്, കാലപ്പഴക്കം ചെന്ന വയറിങ്ങുകളിലൂടെ ഉണ്ടാകുന്ന തീപിടുത്തമാണ് എന്ന് അവർ പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നു. തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതൊക്കെ തന്നെ അതിന്റെ കൃത്യമായി അവർ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. കാരണം ഒരു കെട്ടിടത്തിന്റെ NOC നൽകുമ്പോഴോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ പുതുക്കി അതിന് ഒരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന് ലൈസൻസ് നൽകുമ്പോഴോ ഒക്കെ തന്നെ അതിന്റെ ഇത് നൽകുന്ന സമയത്ത്, അതായത് അതിന്റെ ലൈസൻസ് നൽകുന്ന സമയത്തുള്ള പരിശോധനകൾ കാര്യക്ഷമമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കെട്ടിട അതോറിറ്റികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും ഏറെ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം തിരുവനന്തപുരത്ത് തീപിടുത്തം ഉണ്ടാകുന്നതൊക്കെ തന്നെ കാലപ്പഴക്കം ചെയ്യുന്ന കെട്ടിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ട് ഈ നാട്ടുകാർ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഫയർഫോഴ്സ് എത്തുന്നു, എന്നാൽ ഫയർഫോഴ്സ് തീയണയ്ക്കുന്നു. പക്ഷേ ആ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകുന്ന അപകടം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ പാപ്പനംകോട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിലും അത്തരത്തിലുള്ള ആരോപണം തന്നെയാണ് വരുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുനിലമായ കെട്ടിടമാണ്, അടുപ്പിച്ചു ചേർത്ത് വെച്ചിരിക്കുന്ന കടമുറികളാണ്. ആ കടമുറിയിൽ ഒരു കടയ്ക്ക് മാത്രം തീപിടുത്തം ഉണ്ടാകുന്നു. ആ കടമുറിയിലാണെങ്കിൽ കൂടുതലും പേപ്പർ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. പൂർണ്ണമായും കത്തി നശിച്ച സ്ഥിതിയിലാണ് ഇതെല്ലാം ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീയണച്ച് തീ നിയന്ത്രണ വിധേയമാക്കിയാണ് ഇപ്പോൾ മറ്റു പരിശോധനകൾ നടത്തുന്നത്. കെ.പി. അഖിൽ, ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് തിരക്കേറിയ ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും പാപ്പനംകോട് ടൗണിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. തീപിടുത്തമുണ്ടായി ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്താൻ വൈകി എന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ തിരക്കേറിയ സ്ഥലമാണ്, തൊട്ടടുത്ത് തന്നെ നിരവധി ബിൽഡിങ്ങുകളുണ്ട്. ഒരു വലിയ ദുരന്തമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതിലൂടെ ഒഴിവായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? തീപിടുത്തമുണ്ടായ സമയത്ത് തന്നെ ഫയർഫോഴ്സ് എത്തിയത് കൊണ്ട് വലിയ തീപിടുത്തം നിന്നും ആ പ്രദേശത്തെ സംരക്ഷിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അടുപ്പിച്ചാണ് ഓരോ കടകളുള്ളത്. അത് മറ്റു തുണി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, മറ്റു ഫാൻസി സ്റ്റോറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ സ്ഥാപനങ്ങൾ കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉച്ചത്തിൽ ഉയരാൻ വേണ്ടിയുള്ള സാഹചര്യം കൂടുതലാണ്. കാരണം അവിടെ ഉച്ച സമയമാണ്. അപ്പോൾ അത്രയും അധികം ചൂട് നിൽക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന് അരികിലുള്ള മറ്റു സ്ഥാപനങ്ങളൊക്കെ തന്നെ തീപിടുത്തം ഉണ്ടായാൽ ആളിക്കത്താൻ സാധിക്കുന്ന വസ്തുക്കൾ ശേഖരിച്ചിരിക്കുന്ന കടകൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും രണ്ടുപേർക്ക് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരുന്നത്. അതിൽ ഒരാൾ ജീവനക്കാരിയാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വൈഷ്ണ എന്ന് പറയുന്ന 35 വയസ്സുകാരിയാണ് ആ മരിച്ചതിൽ ഒരാൾ എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു മരണപ്പെട്ട ആളുടെ അത് ജീവനക്കാരിയാണോ അതോ ഇൻഷുറൻസ് അടയ്ക്കാൻ വന്ന ആളാണോ എന്നതിൽ ഒരു വ്യക്തത കുറവും നിലവിൽ ഉണ്ട്. അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.